ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ NDA സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ താൽക്കാലിക വിഭാഗങ്ങൾ രൂപീകരിച്ചു. കേരളത്തിലെ പെരുമ്പടപ്പ്, മീനങ്ങാടി, അളഗപ്പ നഗർ, വീയപുരം, ചെറുതന പഞ്ചായത്തുകൾക്ക് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ NDA സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചിയിലെ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കൊല്ലം പടിഞ്ഞാറെ കല്ലടയിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. 50 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പടിഞ്ഞാറെ കല്ലടയിൽ കൃഷിയോഗ്യമല്ലാതെ വെള്ളക്കെട്ടായി കിടക്കുന്ന 330 ഏക്കറോളം സ്ഥലത്താണ് 50 മെഗാവാട്ട് വൈദ്യുതോൽപാദന ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക. കടപ്പാക്കുഴി, കാക്കത്തോപ്പ്, താമരപ്പാടം എന്നീ പ്രദേശങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭൂമി KSEBക്ക് 25 വർഷക്കാലത്തേക്കും ആവശ്യമെങ്കിൽ തുടർന്നും എന്ന വ്യവസ്ഥയിൽ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. 250 കോടി രൂപ പദ്ധതിയുടെ അടങ്കൽ തുകയായി വകയിരുത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് 3.04 രൂപ എന്ന നിരക്കിൽ KSEB എടുക്കാമെന്നും വ്യവസ്ഥയായിട്ടുണ്ട്. ഭൂമിയുടെ വിസ്തൃതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ യൂണിറ്റും കണക്കാക്കി പ്രതിമാസ ലാഭത്തിന്റെ 3% തുക ഭൂമിയുടെ ഉടമകൾക്ക് കിട്ടും. കേരളത്തിലെ പരിപാടികൾക്ക് ശേഷം തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കം കുറിച്ചു. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, രാമേശ്വരം മംഗളൂരു, തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകൾ, മയിലാടുതുറൈ കാരേക്കുടി പാസഞ്ചർ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ തള്ളി. സ്പീക്കർക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പാർലമെന്റ് ഏതെങ്കിലും കക്ഷികൾക്ക് മാത്രം സംസാരിക്കാനുള്ള ഇടമല്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് രാജ്യസഭയിൽ നടന്നത്. പരസ്യങ്ങളിലൂടെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പരസ്യക്കോഡ് പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പ്രക്ഷേപകർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള പരസ്യങ്ങൾ നൽകുന്ന സ്വകാര്യ TV ചാനലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള 11 മാസ കാലയളവിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 18.24 ദശലക്ഷം ടൺ റെക്കോർഡ് വിൽപ്പന കൈവരിച്ചതായി സ്റ്റീൽ മന്ത്രാലയം. വിൽപ്പനയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 14% വർധനവാണ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾക്കായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ താൽക്കാലിക വിഭാഗങ്ങൾ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി 2 അഡീഷണൽ CEOമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവായി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം തുടരുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേരു ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. പോലീസിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 224 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവി നാളെ ബാഡ്ജ് ഓഫ് ഓണറും കമൻഡേഷൻ ഡിസ്കും വിതരണം ചെയ്യും. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് ചടങ്ങ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% ഹോർമുസ് കടലിടുക്കിന് പുറത്തുനിന്നായതിനാൽ ഇന്ത്യയുടെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പശ്ചിമേഷ്യയിലെ സാഹചര്യം സംബന്ധിച്ച മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഗ്യാസ് കമ്പനികൾ പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പ്രകൃതിവാതക സംഭരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പാചകവാതക ലഭ്യതയെക്കുറിച്ച് ഗൌരവമായ ആശങ്കകൾ ഉയരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാചകവാതക ക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ലഭ്യതയിലെ അനിശ്ചിതത്വം ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ പാചകവാതകത്തിന്റെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലവർധനയുടെ ആഘാതം കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പെരുമ്പടപ്പ്, മീനങ്ങാടി, അളഗപ്പ നഗർ, വിയ്യപുരം, ചെറുതന പഞ്ചായത്തുകൾക്ക് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ അംഗീകാരം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാന്റെ ഭാഗമായി രാജ്യത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾക്കാണ് അംഗീകാരം നൽകുന്നത്. ഒരു റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് ശിശു സൗഹൃദ വിഭാഗത്തിൽ ചെറുതന, അടിസ്ഥാന സൗകര്യ സ്വയം പര്യാപ്തത വിഭാഗത്തിൽ വിയ്യപുരം, സദ്ഭരണ വിഭാഗത്തിൽ അളഗപ്പ നഗർ, കാർബൺ ന്യൂട്രൽ വിഭാഗത്തിൽ മീനങ്ങാടി, ജലപര്യാപ്തത വിഭാഗത്തിൽ പെരുമ്പടപ്പ് എന്നീ പഞ്ചായത്തുകൾക്കാണ് അംഗീകാരം. എല്ലാ വർഷവും ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾക്ക് ദേശീയ പഞ്ചായത്ത് അവാർഡിന് പുറമെ സാമ്പത്തിക പാരിതോഷികവും ലഭിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഉപജീവന സഹായം, ആരോഗ്യം, സ്ത്രീ ശിശു വികസനം, ജലപര്യാപ്തത, കാലാവസ്ഥാ പ്രവർത്തനം, പഞ്ചായത്തുകളിലെ സദ്ഭരണം പ്രോത്സാഹിപ്പിക്കൽ എന്നീ മേഖലകളിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നൽകുന്നത്. പഞ്ചായത്തിന്റെ തരവും പുരസ്കാര വിഭാഗവും അനുസരിച്ച് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന സാമ്പത്തിക പാരിതോഷികം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രവാസികൾക്കായുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ 2ാം ഘട്ട രജിസ്ട്രേഷനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും തുടക്കമായി. 1 കോടി രൂപ വരെ പരിരക്ഷ നൽകുന്ന നോർക്ക കെയർ പ്ലസിലേക്ക് ഏപ്രിൽ 12 വരെ പേര് ചേർക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പരീക്ഷാ സമ്പ്രദായത്തിലും മൂല്യനിർണ്ണയ രീതികളിലും കാലോചിത മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമഗ്ര ശിക്ഷ കേരളം സംസ്ഥാന ഓഫീസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക വിദ്യാഭ്യാസ രീതികൾക്കനുസൃതമായി മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണെന്നും ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടു. ആവശ്യമായ രേഖകൾ ഹാജരാക്കിയാൽ അക്കൌണ്ടിലൂടെ GST ഉൾപ്പെടെയുള്ള സർക്കാർ സംബന്ധമായ ഇടപാടുകൾ നടത്താനും ശമ്പളം വിട്ടുകൊടുക്കുവാനും അനുമതി നൽകുമെന്നും ഉത്തരവിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നിലവിലെ ആഗോള ഊർജ്ജ പ്രതിസന്ധി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ NDA സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ താൽക്കാലിക വിഭാഗങ്ങൾ രൂപീകരിച്ചു. കേരളത്തിലെ പെരുമ്പടപ്പ്, മീനങ്ങാടി, അളഗപ്പ നഗർ, വിയ്യപുരം, ചെറുതന പഞ്ചായത്തുകൾക്ക് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.